ഇവിടെ ഞാൻ മത്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇച്ചിരി ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് ഇതൊന്ന് ഞാൻ എല്ലാം അപ്ലൈ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് വറക്കാമേ. ഇവിടെ ഞാൻ മത്തി ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അടുപ്പത്തോട്ട് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി ഞാൻ മീൻ അതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീൻ തിരിച്ച് മറിച്ചിടണേ, എന്നാലേ വേഗത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. Super taste. Thanks for watching my video. Please like, share and subscribe my channel. Thank you.